ഒരു കാലത്ത്, അതായത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭൂപടം എടുത്താൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെ വിരൽ തൊട്ടാലും അവിടെയൊക്കെ പാറിക്കളിച്ചിരുന്ന ഒരു കൊടിയുണ്ടായിരുന്നു. മൂവർണ്ണ കൊടി. ഡൽഹിയിലെ ചെങ്കോട്ട മുതൽ ഗ്രാമങ്ങളിലെ പഞ്ചായത്ത് ഓഫീസുകളിൽ വരെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് ബ്രിട്ടീഷുകാരെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ അത് കോൺഗ്രസിനെ കുറിച്ചായിരുന്നു. ഒരു കാലത്തെ കഥയാണ്, ഒരുപാട് പഴയ കഥയൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഈ അതിവിശാലമായ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് കോൺഗ്രസ് സ്വന്തം കാലിൽ നിൽക്കുന്നത് വെറും 3 സംസ്ഥാനങ്ങളിലാണ്. അതെ, വെറും 3 കർണാടക, തെലങ്കാന, പിന്നെ വടക്കൻ മലനിരകളിലെ ഹിമാചൽ പ്രദേശ്. ഒരു കാലത്ത് രാജ്യത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ആ പഴയ സിംഹം ഇന്ന് സ്വന്തം ജീവൻ നിലനിർത്താൻ കേവലം 3 സംസ്ഥാനങ്ങളുടെ അതിർത്തികൾക്കുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഇനി സ്വന്തമായി ഭരണമില്ലാത്ത, എന്നാൽ മറ്റുള്ളവരുടെ വാലിൽ തൂങ്ങിയ അധികാരത്തിൻ്റെ അപ്പകഷ്ണം നുളയുന്ന കൂട്ടുകക്ഷി ഭരണങ്ങളുടെ കാര്യമെടുക്കാം. അവിടെ ഈ ദേശീയ പാർട്ടിയുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കൊന്ന് നോക്കൂ. സാക്ഷാൽ MK സ്റ്റാലിൻ്റെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ, അതായത് DMKയുടെ മുന്നിൽ ഒരു സീറ്റിനു വേണ്ടി, കേവലം ഒരു ഔദാര്യത്തിനു വേണ്ടി കോൺഗ്രസ് നേതാക്കൾ വരി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തിനേറെ പറയുന്നു, തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPIക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പരിഗണനയും ബഹുമാനവും പോലും ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സിന് അവിടെ ലഭിക്കുന്നില്ല എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. സ്വന്തം സംഘടനാ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യത്തിൽ മാത്രം ശ്വാസം കഴിക്കുന്ന ഒരു വെന്റിലേറ്റർ രോഗിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ അവർക്ക് വിലാസമില്ല. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവരെ ഭൂത കണ്ണാടി വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. ഈ ഒരു ഗതികെട്ട, ശ്വാസം മുട്ടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. അവർക്കറിയാം, ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ഇപ്പോഴും കുറച്ചെങ്കിലും സംഘടനാ സംവിധാനമുള്ള, ജീവനുള്ള KSUവും യൂത്ത് കോൺഗ്രസും അത് ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലുണ്ടാക്കാനാണെങ്കിൽ കൂടി ഉള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിലെ UDF എന്ന സംവിധാനം മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഒരേ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ 10 വർഷമായി, അതായത് 2 ടേമുകളിലായി കേരളത്തിൽ LDF സർക്കാരാണ് ഭരിക്കുന്നത്. ഒരു തവണ കൂടി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് അടിതെറ്റിയാൽ പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി പൂർണ്ണമായും അവസാനിക്കും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP സ്വപ്നം കാണുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് സ്വയം ഇല്ലാതാക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് തോൽവി മുന്നിൽ കണ്ട് ഭയന്നാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ സാക്ഷാൽ സുനിൽ കനഗോലുവിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് കെട്ടിയിറക്കിയത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ, മാന്ത്രിക വടി വീശി വോട്ടുകൾ പെട്ടിയിലാക്കാൻ കഴിവുള്ളവൻ എന്നൊക്കെയാണല്ലോ കോൺഗ്രസിൻ്റെ സൈബർ പോരാളികൾ കനഗോലുവിനെ വാഴ്ത്തിപ്പാടിയത്. കർണാടകയിലും തെലങ്കാനയിലും പയറ്റിയ തന്ത്രങ്ങൾ കേരളത്തിലും പയറ്റി. എങ്ങനെയെങ്കിലും പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കി അധികാരം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസ് കേരളത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. കനഗോലു വരുന്നു, തന്ത്രങ്ങൾ മെനയുന്നു, കോൺഗ്രസ് അധികാരത്തിലേറുന്നു. ഇതായിരുന്നു അവരുടെ ദിവാസ്വപ്നം. പക്ഷേ ഈ കേരളം എന്ന് പറയുന്നത് കർണാടകയോ തെലങ്കാനയോ അല്ലല്ലോ. ഇത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളമാണ്. ഇവിടെ കനഗോലുവിൻ്റെ കാർഡ്ബോർഡ് തന്ത്രങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പതുക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നിലവിൽ കേരളത്തിലെ കാര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതികൂലമാണ്. സർക്കാരിനെതിരെ അവർ പടുത്തുയർത്തിയ നുണക്കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീഴുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുദൂരം മുന്നിലാണെന്ന സൂചനകളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. ഏതെങ്കിലും ഇടതുപക്ഷ നിരീക്ഷകനോ ദേശാഭിമാനിയോ കൈരളിയോ പറയുന്ന കാര്യങ്ങളുമല്ല ഇത്. പിന്നെ ആരാണ് ഈ സത്യങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നതെന്നറിയാമോ? സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം ചാനലായ മീഡിയ വൺ. അജിംസിന് എന്താ തോന്നുന്നത്? അജിംസെ, ഞാൻ ചോദിക്കുന്നതിന്റെ ഇമ്പാക്ട് ഏരിയയെ കുറിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച എടുത്ത് നോക്കൂ, അന്തരീക്ഷത്തിൽ നിറയുള്ളത് സർക്കാരിന്റെ ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട സംഗതികൾ മാത്രമാണ്. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം സംസാരിക്കുന്നത്, പത്രം തുറന്നാൽ കാണുന്നത്, എല്ലായിടത്തും അത് മാത്രമാണ്. നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 4 ആഴ്ച മുമ്പൊക്കെ നോക്കിയാൽ പോറ്റിയെ കേറ്റി എന്ന പാട്ടിന്റെ അവസാനത്തെ കുറച്ച് കേൾക്കാമായിരുന്നു. ഇപ്പൊ അതും കേൾക്കാനില്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഭരണ നേട്ടങ്ങളുടെ, പെരുമ്പളം പാലത്തിന്റെ, വയനാട്ടിലെ തുരങ്കത്തിന്റെ, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 പ്രകാശപൂരിതമായ വർഷങ്ങളുടെ കഥകൾ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റിന് നെഗറ്റീവ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ നരേറ്റീവ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് CPM എന്ന പാർട്ടിയും സർക്കാരും അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കാരണം അവിടെ ഇപ്പോൾ മേധാവിത്വമുള്ള സർക്കാരും CPM തന്നെയാണ്. UDF
എത്രയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുക. അപ്പൊ സാധാരണ നമ്മൾ കാണാറുള്ള ഇൻഫ്ലുവൻസർമാരുടെ റീലുകൾ ഇപ്പോൾ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വാഴ്ത്തുപാട്ടുകളാണ് അവർ പറയുന്നത്. ധാരാളമായ അത്തരം റീലുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കുന്ന ഈ നറേറ്റീവ് സെറ്റിംഗ് തീർച്ചയായിട്ടും വോട്ടിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു കാര്യം, ഒരു സർക്കാർ PR വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. ഒരുപക്ഷെ 5 കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് 4 കൊല്ലം ചെയ്തില്ല, തെരഞ്ഞെടുപ്പിനെ അടുക്കുമ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ അതിലും തെറ്റൊന്നുമില്ല. അവർക്ക് തുടർഭരണത്തിനാണ്, അത് നിയമവിരുദ്ധമായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ പ്രശ്നം അവിടെയല്ല. LDF എന്ന മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM, ഈ CPM-ന് ആളുകൾ വോട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല. ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ആ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് മാധ്യമങ്ങൾ ആ മുന്നണിയെയോ സർക്കാരിനെയോ പാർട്ടിയോ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടല്ല. അതെ, കേട്ടത് സത്യമാണ്. എന്നും കോൺഗ്രസിനും UDF-നും അനുകൂലമായി വാർത്തകൾ സൃഷ്ടിക്കുന്ന, വലതുപക്ഷ രാഷ്ട്രീയത്തിന് കുടപിടിക്കുന്ന, LDF സർക്കാരിനെതിരെ കിട്ടുന്ന ഏത് വടിയും എടുത്ത് അടിക്കാൻ കാത്തു നിൽക്കുന്ന അതേ മീഡിയ വൺ ചാനലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദയനീയ പരാജയം മുൻകൂട്ടി പ്രവചിക്കുന്നത്. മീഡിയ വണ്ണിലെ ഫൈനൽ ആർഗ്യുമെൻറ്റ് എന്ന ചർച്ചാ പരിപാടി കണ്ട ആർക്കും ഈ യാഥാർത്ഥ്യം മനസ്സിലാകും. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും മീഡിയ വൺ തങ്ങളുടെ ചർച്ചയിലൂടെ നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. UDF വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് മീഡിയ വൺ പറഞ്ഞു വരുന്നത്. UDF-നൊപ്പം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം ഇത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തണമെങ്കിൽ അത് വെറുതെയല്ല എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. നിലവിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അത്രത്തോളം UDF-ന് എതിരാണ് എന്നാണ് ഈ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നത്. എന്താണ് ആ ചർച്ചയിൽ അവർ പറഞ്ഞത്? PR വർക്കുകളിലൂടെ സംസ്ഥാന സർക്കാരും CPM-ഉം രാഷ്ട്രീയ ചർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു എന്നാണ് ആ മാധ്യമ പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായി 10 വർഷമായി സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, വയനാട് തുരങ്കം, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, ഇവയൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ നോക്കിയ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കുന്ന രീതിയിൽ വികസനത്തിൻ്റെ കണക്കുകൾ നിരത്തി ഇടതുപക്ഷം മുന്നേറുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ പോലും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് വാചാലരാകുന്നു. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നതിൽ ഇടതുപക്ഷം സമ്പൂർണ്ണ മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് മീഡിയ വൺ തുറന്ന് സമ്മതിക്കുകയാണ്. പ്രതിപക്ഷമായ UDF അവർ എവിടെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇതിനെല്ലാം പുറമെയാണ് ചർച്ചയിൽ സ്ക്രീനിൽ മിന്നി പറഞ്ഞ വലിയ ചോദ്യം: UDF-ന് കാശില്ല പ്രശ്നമോ? ഇതൊരു ചെറിയ ചോദ്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതികൾക്ക് പേരുകെട്ട, വർഷങ്ങളോളം രാജ്യം ഭരിച്ച് ഖജനാവ് ചോർത്തിയ ഒരു പാർട്ടിക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കാശില്ല എന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ ഗതികേട്? കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കോടികളുടെ ഫണ്ടുകൾ കേരളത്തിലെ കോൺഗ്രസിനെ സഹായിക്കാൻ എത്തും എന്നായിരുന്നല്ലോ ആദ്യത്തെ വീരവാദം. ഈ കനകോലുവിൻ്റെ വരവോടെ പണച്ചാക്കുകൾ കേരളത്തിൽ ഇറങ്ങുമെന്നും ആ പണമൊഴുക്കിൽ ഇടതുപക്ഷം ഒലിച്ചു പോകുമെന്നും അവർ സ്വപ്നം കണ്ടു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ആ പറഞ്ഞ തുകയൊന്നും കേരളത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കർണാടകയിലെയും തെലങ്കാനയിലും കോൺഗ്രസ് ATM-കൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് കേരളത്തെ കൈവിട്ടു. എന്തിനാണ് തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ കോടികൾ ഒഴുക്കുന്നത് എന്ന് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ടാകാം. ഫലമോ? സംസ്ഥാന സർക്കാർ തങ്ങളുടെ വികസന കാര്യങ്ങൾ കൃത്യമായ പ്രചരണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളിൽ എത്തിക്കുന്ന ഈ നിർണായക സമയത്ത് പ്രചരണം നടത്താൻ പോലുമില്ലാതെ കോൺഗ്രസ് പിന്നിലേക്ക് വലിഞ്ഞ ദയനീയ അവസ്ഥയിലാണ്. ബോർഡ് എഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും വരെ കാശില്ലാതെ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം പഴിചാരുകയാണ് UDF നേതാക്കൾ എന്നൊക്കെയാണ് ഈ പറഞ്ഞതിനർത്ഥം. ഒരു വശത്ത് സർക്കാരിൻ്റെ ശക്തമായ വികസന അജണ്ട, മറുവശത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടും സംഘടനാപരമായ തകർച്ചയും. ഇതിനിടയിലാണ് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളുടെയും യുവ നേതാക്കളുടെയും വകയായിട്ടുള്ള കോമാളിത്തരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ളവരും മറ്റു ചില കൂട്ടങ്ങളും ചേർന്ന് ഉണ്ടാക്കി വയ്ക്കുന്ന തൊല്ലകൾ ചില്ലറയല്ല. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പകരം ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്ന് വാചകമടിക്കുക, സോഷ്യൽ മീഡിയയിൽ സെൽഫി വീഡിയോകളിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുക, സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ തന്നെ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന പണി. UDF-ൽ ലഭിക്കേണ്ട കുറച്ച് വോട്ടുകൾ കൂടി ഇല്ലാതാക്കാൻ മാത്രമേ ഈ മാങ്കൂട്ടവും കൂട്ടരും നടത്തുന്ന അതിരുവിട്ട നാടകങ്ങൾ ഉപകരിക്കുന്നുള്ളൂ. നേതൃത്വത്തിന് ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ പുച്ഛം തോന്നുന്നു. ഒരു പ്രതിപക്ഷമെന്ന നിലയിൽ സർക്കാരിനെ ക്രിയാത്മകമായി വിമർശിക്കുന്നതിന് പകരം വില കുറഞ്ഞ വ്യക്തിഹത്യകളിലേക്കും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിലേക്കും കോൺഗ്രസ് നേതൃത്വം തരം താഴുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ അത് തിരിച്ചറിയുന്നുണ്ട്.
സത്യത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം പോലുമല്ല. ഒരു വശത്ത് കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് നാടിൻ്റെ പുരോഗതിയുടെ രേഖാചിത്രം ജനങ്ങൾക്ക് മുൻപിൽ വച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജനവിധി തേടാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മറുവശത്തോ കൃത്യമായ ഒരു നയമോ നേതാവോ, എന്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമായ സാമ്പത്തിക ശേഷി പോലും ഇല്ലാതെ ഇരുട്ടിൽ തപ്പുന്ന UDFും കോൺഗ്രസും. ദേശീയ തലത്തിൽ കേവലം 3 സംസ്ഥാനങ്ങളിൽ ഒതുങ്ങിയ ഒരു പാർട്ടിയും അവരുടെ അവസാനത്തെ പിടിവള്ളിയായ കേരളത്തിലും 8 നിലയിൽ പൊട്ടാൻ പോവുകയാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുരന്തം പ്രവചിക്കുന്നത് നാം ഇടതുപക്ഷക്കാരല്ല. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ സ്തുതിപാഠകരായ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം മീഡിയ 1 ചാനലാണ് ഇപ്പോൾ പരോക്ഷമായി കോൺഗ്രസിൻ്റെ ശവക്കുഴി തോണ്ടുന്നത്. അനുകൂല മാധ്യമങ്ങൾ വരെ കോൺഗ്രസിൻ്റെ തോൽവി മുൻകൂട്ടി കണ്ട് പതുക്കെ സർക്കാരിൻ്റെ വികസന നയങ്ങളെ പ്രശംസിക്കാൻ നിർബന്ധിതരാകുന്നു എന്നത് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവിൻ്റെ ഫയലുകൾ മടക്കി വയ്ക്കാൻ സമയമായി. കർണാടകയിൽ നിന്നുള്ള പണച്ചാക്കുകൾ സ്വപ്നം കണ്ട് നടന്ന നേതാക്കൾക്ക് ഇനി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ബോർഡെഴുതാം. മാങ്കൂട്ടത്തെയും കൂട്ടരെയും വച്ച് പുതിയ റീലുകൾ ചെയ്യാൻ തുടങ്ങാം. കാരണം കേരളം അങ്ങനെയൊന്നും മാറുകയില്ല. വികസനത്തിനും ജനക്ഷേമത്തിനും വോട്ട് ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് നൽകാൻ പോകുന്ന മറുപടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരമായിരിക്കും എന്ന് തന്നെയാണ് സൂചനകൾ പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ അധ്യായം ഒരുപക്ഷെ കേരളത്തിലായിരിക്കും എഴുതപ്പെടാൻ പോകുന്നതെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം മീഡിയ 1ൻ്റെ ആശങ്ക സത്യമാകുമോ എന്ന്.